ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇലവിയ പൂഞ്ചിറ. അപ്രതീക്ഷിതമായിട്ട് അന്ന് പെട്ടതാണ്. അതെ, വാഗമണ്ണ് പ്ലാൻ ചെയ്ത് പോകുന്നത് ഇല്ലിക്കൽ കല്ല് ബോർഡുണ്ട്. അപ്പം അങ്ങോട്ട് തിരിഞ്ഞ്, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഇലവിയ പൂഞ്ചിറ ബോർഡുണ്ട്. അപ്പോൾ നേരെ ലാസ്റ്റ് ഇലവിയ പൂഞ്ചിറ. ഇത് കാണുന്നത് ഏതോ ഡാമാണ്. ഡാമിൻ്റെ പേരറിയില്ല, പക്ഷേ ഈ ഓരോ ഡാമും ഓരോ ദ്വീപ് പോലെ പാലത്തിനായിട്ട് കണക്ട് ചെയ്തതാണ്. സംഭവം സെറ്റ്, ഒരു രക്ഷയില്ല സംഭവം. ഒരു സ്കൂളൊക്കെ ഉണ്ടല്ലേ, ആ സ്കൂളിനൊക്കെ ഒരു അവിടെ പഠിക്കുന്ന കുട്ടികളുടെ അനുഭവങ്ങളൊന്നും ആലോചിച്ചോളൂ. എന്ത് രസമുള്ളൊരു വൈബ്. ആ സൈഡ് ഡാം, ഈ സൈഡ് മല, അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ കാടുകൾ, വേറെ വൈബ്. ആവശ്യത്തിനുള്ള കോടുണ്ട്, പക്ഷെ അവിടെ ഏതോ ആൾക്കാർ പോകട്ടെ കണ്ട് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. കോഡ് പ്രൊഡക്ഷൻ. സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെൽഫി ആയതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നും പിന്മാറുകയാണ് ഗൈസ്. ഓക്കെ, ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് നടക്കണം. ഓക്കെ, ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായി? ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം കമ്പനി പറ്റി നേരെ ഈരാറ്റുപേട്ട പോകണമെന്ന് പറഞ്ഞു. എവിടെ? ഈരാറ്റുപേട്ട പോകണമെന്ന് പറഞ്ഞു. ഈരാറ്റുപേട്ട ഞാൻ പണ്ട് കുറച്ച് മുന്നേ വന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ റൈഡ് ഉണ്ടായിരുന്നു. അവിടെ വാഗമണ്ണ് ബോർഡുണ്ടായിരുന്നു. പിന്നെ വാഗമണ്ണ് പ്ലാൻ ചെയ്ത്. അപ്പോൾ വാഗമണ്ണ് പ്ലാൻ ചെയ്തപ്പോൾ ഇല്ലിക്കൽ കല്ലിന് ബോർഡുണ്ട്. ഇല്ലിക്കൽ കല്ല് പോയി. അങ്ങനെ അങ്ങോട്ടും ഒരുപാടാ അപ്പോൾ അങ്ങനെ ഇല്ലിക്കല്ലിൽ പോകുന്ന വിചാരിച്ചപ്പോൾ അതിൻ്റെ സൈഡ് കൂടി ഇലവിയ പൂഞ്ചിറ എന്നുള്ള ബോർഡുണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നു ഇലവിയ പൂഞ്ചിറ. അങ്ങനെ അവസാനം ഗൈസ് ഞങ്ങൾ പടർത്തി. ഇന്നലെ ഞാൻ മറ്റേ പടത്തിന് വരുമായിരുന്നു, മറ്റേ എക്കോ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഞാൻ കിടന്നുറങ്ങി. അപ്പോഴാണ് ഇപ്പം വിളിക്കുന്നത്. നമ്മളിങ്ങനെ പോവില്ലേ, വാഗമണ്ണ് പോവില്ലേ ചോദിച്ചിട്ട് വാഗമണ്ണ് പോയിട്ട് വാഗമണ്ണെത്തില്ല. അതിൻ്റെ മുന്നേ കാണുന്ന ഇല്ലിക്കൽ കല്ല് വന്ന് ഇല്ലിക്കൽ കല്ല് പോകാതെ നേരെ ഇലവിയ പൂഞ്ചിറ വിട്ടു. അതാണ് ഈ കാണുന്നത്. ഇലവിയ പൂഞ്ചിറ. ഗൈസ്, അങ്ങനെ നമ്മളെ കുറേ കാലത്തെ ആഗ്രഹം പൂവണിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇലവിയ പൂഞ്ചിറ. ഇലവിയ പൂഞ്ചിറ. അങ്ങനെ ഇവിടുന്ന് നോക്കി അപ്പുറം കാണിച്ചത്, അപ്പുറം ബാക്ക് സൈഡ് കാണിച്ചത്. നമ്മൾ കയറി നിൽക്കുന്ന സാധനം എന്താ അറിയോ, സിനിമക്കും വേണ്ടിയിട്ട് പാട്ടൊക്കെ ഒറിജിനൽ പാറ സൗണ്ട് എടുക്കുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചിറങ്ങണം. തിരിച്ച് എല്ലാ ഇതും കഴിഞ്ഞ് തിരിച്ചിറങ്ങി. അവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, കുറേ ആൾക്കാർ വരാനുണ്ട്. എല്ലാവരും മിസ് ചെയ്യാം. ഇങ്ങനെ ഇറങ്ങ്. ഏത് ഗൈസ്, അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങണം. തിരിച്ച് ഇനി നേരെ കൊടുക്കാം. നേരെ വർക്ക് ഏ പോയിട്ട് വർക്ക്
ഗോ ടു വർക്ക്. We are going to work. യാ ഞാൻ നേരെ കൊച്ചിലോട്ടും ഇവൻ നേരെ വീട്ടിലോട്ടോ. വീട്ടിലോട്ടും മലപ്പുറത്തേക്കും. അടിപൊളി. ഇന്നത്തെ ഒരു പെട്ടെന്നുണ്ടായൊരു പ്രതീക്ഷിതമായ ഒരു ട്രിപ്പ്. കണ്ടത് താങ്കൾ എല്ലാവരും കാണുന്നത് നിങ്ങളെല്ലാവരും കാണുന്നത് അങ്ങനെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാന്തരികം. ഒരു അത്താന്തരികമില്ല. വ്ളോഗ് എടുക്കുമ്പോഴുള്ള പ്രശ്നം അതൊക്കെ. ഇങ്ങനെ നമ്മള് ഫ്ലുവൻ്റ് അല്ലാതെ ചില കാര്യങ്ങളൊന്നും കിട്ടൂല. ഞാന് സംസാരിക്കാൻ ഭയങ്കര ഇത് എങ്ങനെ ഇതാവില്ല കേട്ടോ, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെന്താ അതന്നെ പറഞ്ഞത്. നീ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സംസാരിക്കാതിരിക്കുമ്പോ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ. എന്തെങ്കിലും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഇവിടൊക്കെ ഒഴുക്കി വിട്ടിട്ട് ഇലവിയപ്പൂഞ്ചിറയിൽ ഒഴുക്കി വിട്ട് വരിക പോവുക മലപ്പുറത്തേക്ക്. ഓക്കെ. ഡിപ്രഷൻ നമ്മൾ എന്തിനാണ് ഡിപ്രഷൻ? നമുക്ക് എന്തിനാണ് ഡിപ്രഷൻ? എത്രമാതിരി ആൾക്കാർ എന്തുമാതിരി ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നുണ്ട്. നമ്മളൊക്കെ വെരി വെരി ഹാപ്പി. താങ്ക്സ് ഗോഡ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി എത്താറായി ഗൈസ്. വളരെ ഒരു നല്ലൊരു ഇതായിരുന്നു ഇത്. ഇതിനെപ്പറ്റി പറയാൻ ടയർഡായോ? ടയർഡ് ഞാൻ ഭയങ്കരമായിട്ട് ഒരിതുണ്ടായിരുന്നു, നടക്കൂല എന്നുള്ള ഒരിതുണ്ടായിരുന്നു. കാരണം കുറച്ച് കാലമായി ട്രക്കിങ് പോയിട്ട് നടന്നിട്ട് ഒന്നും തടി കൂടിയും ചെയ്ത് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷേ ഉണ്ടായില്ലല്ലേ? വെള്ളം കുടിക്കാൻ അവിടെ എത്തിയോ? തിരിച്ചെത്തി. ഇറങ്ങിയിട്ട് വേണം വെള്ളം കുടിക്കാനല്ലേ? ഞാനിതൊന്നല്ലേ ഞാൻ ഒരാളോട് വാഗമണ്ണെന്ന് പറഞ്ഞു. വാഗമണ്ണെന്ന് പറഞ്ഞപ്പോൾ ഒരാള് ജാക്കറ്റ് ഒക്കെ വന്നിട്ട് വയർത്ത് വിളിച്ചിട്ട് ആര് വച്ചിട്ടാണ് വെറുതെ പേരില്ലേ? ഇത് ഇവിടുത്തെ ആൾക്കാർ ഒരു വരുമാന മാർഗമല്ലേ? ആ ഒരു ഫിലിം വന്നതുകൊണ്ട് അവിടെ പ്രശസ്തമായി. അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിലും ഈ സ്ഥലം അറിയേണ്ടത് അങ്ങനെ. ബൈ ഗൈസ്.